പല സ്കൂളുകളും കാലപുരിയായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അതായത് സ്കൂളാണ് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഒരിടമാണ്. പക്ഷെ ഇപ്പോൾ അവിടെയും സുരക്ഷിതമല്ല. പല പെൺകുട്ടികളും ആൺകുട്ടികളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നു. അധ്യാപകരുടെയും സ്കൂൾ അധികൃതരുടെയും പെരുമാറ്റം കൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടി പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിൽ പല ഗായകരും, എനിക്ക് തോന്നുന്നു സൈനോരെയൊക്കെ ഇത്തരം തുറന്നു പറച്ചിലുകൾ കുറെ കാലത്തിന് മുൻപ് നടത്തിയിരുന്നു. സ്കൂളുകളിൽ അവരുടെ നിറത്തിന്റെ പേരിൽ നേരിട്ട അപമാനത്തെക്കുറിച്ചൊക്കെ. അത്തരത്തിൽ ഈ സ്കൂളുകളിലുണ്ട് പഠിക്കുന്ന കുട്ടികളെ ഒരു വിഭാഗം മാറ്റി നിർത്തുക, കാണാൻ ഭംഗിയുള്ള കുട്ടികളെ ഒരു വിഭാഗത്തിലാക്കുക, അവരെ മാത്രം എല്ലാത്തിനും പങ്കെടുപ്പിക്കുക. അങ്ങനെ ചില സ്കൂളുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്. ഇപ്പോൾ പാലക്കാട് നിന്നാണ് അത്തരത്തിലൊരു സംഭവം വരുന്നത്. എത്ര കിട്ടിയാലും ഇവരാരും പഠിക്കില്ല എന്നുള്ളതാണോ? പാലക്കാട് ശ്രീകൃഷ്ണപുരം സെൻറ് ഡൊമിനിക് സ്കൂളിൽ അവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആശിർ നന്ദ. ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തൊരു വാർത്തയാണ് ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത്. ആ പെൺകുട്ടി വൈകിട്ട് 3 മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം രാത്രിയോടുകൂടി വീട്ടിനകത്ത് തൂങ്ങി മരിച്ച ഒരു വാർത്ത. ആ കുട്ടിയുടെ മരണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെല്ലുന്നു. അതിൽ പറയുന്നത് അധ്യാപകരുടെ മാനസിക പീഡനം കൊണ്ടാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടിക്ക് കണക്ക് പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു. മാർക്ക് കുറവായതുകൊണ്ട് പെൺകുട്ടിയെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തി. ആ മാറ്റിയിരുത്തിയപ്പോൾ അധ്യാപകർ എന്തൊക്കെയോ കുട്ടിയോട് പറഞ്ഞു. ആ പറഞ്ഞതിൽ മനംനൊന്താണ് കുട്ടി രാത്രി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞിട്ട് 3 അധ്യാപകരുടെ പേര് പറഞ്ഞിട്ടാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. 3 അധ്യാപകർ എന്ന് പറയുന്നത്, ഒരാൾ പ്രിൻസിപ്പളാണ്, OP ജോയ്സി, രണ്ടാമത് സ്റ്റെല്ല ബാബു, മൂന്നാമത് AT തങ്കം. ഈ 3 അധ്യാപകരുടെ പേരുകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ 3 പേർക്കെതിരെയും ഇപ്പം നിലവിൽ മാനേജ്മെൻറ്റ് നടപടിയെടുത്തിട്ടുണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. പോലീസ് രക്ഷിതാക്കളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രം ഈ 3 അധ്യാപകർക്കെതിരെയും കേസ് എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനെ മറ്റൊരു തലത്തിലാണ് ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ നമ്മുടെ ധന്യയും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എത്ര അടി കിട്ടിയിട്ടുണ്ട് ധന്യ? കിട്ടിയില്ലേ? ധന്യയുടെ മകൻ സ്കൂളിൽ പോയ സമയത്ത് ഇപ്പോൾ അവനും അടി കിട്ടിയില്ലേ? പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടികളെ അധ്യാപകർക്ക് തല്ലാൻ സാധിക്കുമോ? ഇല്ല. എന്താണ് അതിൽ വന്ന് മാറ്റം? ഇപ്പൊ തല്ലിക്കഴിഞ്ഞാൽ അത് മറ്റേ ബാലാവകാശ കമ്മീഷൻ, മറ്റേ കമ്മീഷന്മാരെല്ലാവരും വരും. പിള്ളേരെ നല്ല രീതിയിലേക്ക് വഴി നടത്താൻ കഴിയില്ല. ഇപ്പൊ സാറിന്റെ മുഖത്തേക്ക് തെറി വിളിച്ചാൽ പോലും സാറത് കേട്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കണം. തിരിച്ചു പറഞ്ഞാൽ അത് കുട്ടികളെ മാനസികമായി പീഡിപ്പിച്ചെന്ന തലത്തിലേക്ക് അത് മാറും. ഒരു അധ്യാപകന്റെ വൈറൽ പോസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ആ അധ്യാപകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അധ്യാപകൻ ഒരു കുട്ടിയെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ എനിക്കൊക്കെ പോതിരെ തല്ല് കിട്ടിയിട്ടുണ്ട്. എന്നെയൊക്കെ ബെഞ്ചിൻ്റെ മേളിൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. എന്നിട്ടും എനിക്കാവുന്നൊരു കുഴപ്പം, ഞാൻ ആത്മഹത്യ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും വിടുന്നുണ്ട് നന്നായില്ല. അത് വേറെ പോയിന്റ്. അതല്ല, അപ്പോൾ ആ അധ്യാപകന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്യാപകൻ ഒരു കുട്ടിയെ ശകാരിച്ചതിൻ്റെ പേരിൽ അധ്യാപകനെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്നു. അപ്പോൾ പോലീസ് അന്വേഷണത്തിൽ അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അധ്യാപകനെതിരെ കേസ് വന്നു. ആ കേസിൻ്റെ പേരിൽ അധ്യാപകൻ കോടതി കയറേണ്ടി വന്നു, കുറച്ച് ദിവസം അകത്ത് കിടക്കേണ്ടി വന്നു. അതിനുശേഷം ആ അധ്യാപകൻ വന്നിട്ട് എഴുതിയ ഒരു വൈകാരികമായൊരു പോസ്റ്റാണ്. അതിൽ പറയുകയാണ്, ഞാൻ എൻ്റെ മക്കളെ നന്നാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഓരോ അധ്യാപകർക്കും അവരുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ അവരുടെ മക്കളെ പോലെയാണ്. എല്ലാവരെയും കണക്ക് കൂട്ടണ്ട. അതിലുമുണ്ടാവും ചില അധ്യാപകർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു 90% അധ്യാപകരും അവരുടെ മക്കളെ പോലെ ഇവർ വളർന്ന് നല്ല രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധ്യാപകർക്ക് നേടാനൊന്നുമില്ല. പക്ഷേ സ്കൂളിന് നല്ല പേരുണ്ടാവും. അവർ പഠിപ്പിച്ച മക്കൾ അവർ വലിയ നല്ല നിലയിലെത്തി. പണ്ട് തിലകം പറയും പോലെ, ഞാൻ പഠിപ്പിച്ച ആൾ മറ്റേ കളക്ടറുണ്ടാ, ചീഫ് സെക്രട്ടറി ആണെന്നൊക്കെ പറയും പോലെ അവർക്ക് പറയാനൊരു അഭിമാനമുണ്ട്. അങ്ങനെ പഠിപ്പിച്ച ഒരു മകൻ എനിക്കെതിരെ പരാതിപ്പെട്ടതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിച്ച് അതിൻ്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇതോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി അവർക്ക് വേണമെങ്കിൽ അവർക്ക് പഠിക്കാം. ഞാൻ പഠിപ്പിക്കാൻ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വന്ന് പഠിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകനിട്ട പോസ്റ്റ്. ഞാൻ മക്കളെ പോലെ കണ്ട ആളുകൾ തിരിച്ച് ഇങ്ങനെ ഒരു പ്രതികരണം നമുക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം പറഞ്ഞ അധ്യാപകനിട്ടൊരു പോസ്റ്റ്. ശരിയാണ്, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ ബുദ്ധിമുട്ടി നമ്മൾ സ്കൂളിൽ ഇതൊക്കെ എനിക്കൊക്കെ 3-4 ബുക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കെട്ടൊക്കെ ആയിട്ടാണ് ഈ പിള്ളേർ സ്കൂളിൽ പോകുന്നു. അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, പഠിച്ചില്ലെങ്കിൽ അടിക്കുന്നു, ക്ലാസ്സിൽ മാർക്ക് കുറവുണ്ടെങ്കിൽ നമ്മളെ അടിക്കുന്നു. ശരിക്കും നമുക്ക് തരേണ്ട അടിയൊക്കെ ആവശ്യത്തിന് നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. നമ്മൾ ആരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതായത് രക്ഷിതാക്കൾ ആരും മക്കളെ അടിച്ചു തെളിച്ചല്ല ഇപ്പോൾ വളർത്തുന്നത്. അവരെ കൊഞ്ചിച്ച് ലാളിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചെറുപ്പത്തൊട്ട് ആക്കി കൊടുത്ത് അവരൊരു വൈറൽ സ്റ്റാറാക്കി മാറ്റി അവർക്ക് വേണ്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുക്കി അവരെ എന്താ പറയുക, ഒരു കോഴിക്കുഞ്ഞിനെ പോലെ വളർത്തിയെടുത്ത് കൊണ്ടുവരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെന്നെങ്കിലും ഒരു ദേഷ്യപ്പെട്ടുള്ള ഒരു സംസാരം. ഞാനൊരു കാര്യം പറയട്ടെ,
നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡിപ്രഷൻ എന്താണെന്ന് നമുക്കറിയില്ല. ഇല്ല. നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, അതിന് പേര് വേറെ വല്ലതും ആയിരിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് ഈ പിന്നെ എന്താ പറയുക, ഞാൻ ഡിപ്രഷനിലായിരുന്നു, എനിക്ക് ഒറ്റപ്പെട്ടതിന്റെ വേദന, അതിന്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഒരുപാട് തവണ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആത്മഹത്യക്ക്. നമ്മളൊക്കെ ഒറ്റപ്പെട്ടിട്ടില്ലേ? എന്നെയൊക്കെ പ്രസവിച്ചിട്ട് 82ാമത്തെ ദിവസം എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞമ്മമാരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോയതാണ്. എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചർ കൂടിയായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ ഇന്നും അമ്മയോട് പരാതി പറയുന്നില്ല, നിങ്ങൾ 82 അതിൻ്റെ ദുഃഖം പേറി. ചെറുപ്പത്തിൽ എനിക്കൊരു ഡ്രോമ ഏറ്റിട്ടുണ്ട്. ഞാൻ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട ഒരാളാണ് ചെറുപ്പത്തിൽ. പക്ഷേ അത് എന്നെ മരണം വരെ ചിലപ്പോൾ എന്നെ വലിയ രീതിയിൽ, ഞാൻ ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന, അത് എന്നെ വേറെ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അധ്യാപകർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കണക്ക് പഠിപ്പിക്കുന്ന ഗംഗാധരൻ സാർ, എൻ്റെ അമ്മേ, ഇവിടെ നിന്ന് നുള്ളി ഒരു എടുപ്പ്. ആ വേദന ഇന്നും കണക്കിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, എന്തിനാണ് ഗംഗാധരൻ സാർ ഇത്രയും അടിച്ച് നുള്ളിയും പഠിപ്പിച്ച് വിട്ടതെന്നൊക്കെ. അതുപോലെ ഒരു അലക്സ് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, PT. അങ്ങനെ ഷൂവിന്റെ അനക്കം കേൾക്കുമ്പോൾ നമ്മള് ഇങ്ങനെ ഇരിക്കും. പെൺകുട്ടികളാണെന്ന് പോലും നോക്കൂല, പാവാട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടൊരു അടിയുണ്ട്. നമുക്ക് ഈ ആമ്പിള്ളേർ ഇരിക്കണോണ്ട് ഇങ്ങനെ തടവാനും പറ്റാത്തൊരു. ഇല്ല, അവരെല്ലാരും ഒരുപോലെയാണ്. നമ്മളന്ന് അധ്യാപകരെ കാണുന്ന എന്താ, നമ്മളെ ഇത്ര മുതല് നമ്മള് ഈ വലുതാവണ +2 പഠിക്കുന്നത് വരെ നമ്മളെ കണ്ട അധ്യാപകരാണ് നമുക്കൊപ്പം ഉള്ളത്. അവരാരും നമ്മളെ വളർച്ചയിൽ നമ്മുടെ ശരീരത്തിന്റെ വളർച്ച നോക്കിയിട്ടില്ല. നമ്മള് മാനസികമായി വളരുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? എനിക്ക് തോന്നുന്നു, ഞാൻ ഇത്ര ഉറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ആംപ്ലിഫയർ വെച്ചിട്ടാണോ എന്നൊക്കെ. എന്നെ അതിനൊക്കെ മോൾഡ് ചെയ്തെടുത്തത് എൻ്റെ സ്കൂളാണ്. ഒരുപാട് പിന്നെ എന്താ പറയുക, അടി കൊണ്ടിട്ടുണ്ട്, ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്. പിന്നെ നിരന്തര അസംബ്ലിയിൽ പിടിച്ചു നിർത്തിയിട്ട് വാർത്ത വായിക്കാനായിട്ട് പിടിച്ചു നിർത്തും. അപ്പം സൗണ്ട് കുറവാകുമ്പോൾ പ്രിൻസിപ്പൾ റൂം വിളിച്ചിട്ട് ചോദിക്കും, നീ എന്താ അവിടെ മറ്റേ പിള്ളേരെ മുമ്പ് വെച്ചൊക്കെ നാണം കെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ച് മോൾഡ് ചെയ്തെടുത്തതാണ് നമ്മുടെ പല സ്വഭാവങ്ങളും. നല്ല സ്വഭാവങ്ങൾ അത്രയും ഞാനൊക്കെ മോൾഡ് ചെയ്തെടുത്തത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ. നല്ല ടീച്ചർമാർ, നല്ല അധ്യാപകന്മാർ. ഞാൻ പഠിച്ച MVA HSS ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ സമയത്ത് ഓർമ്മിക്കാതിരിക്കാൻ പറ്റൂല. കാരണം നമ്മളാക്കി മാറ്റാൻ നമ്മുടെ അധ്യാപകർ കഷ്ടപ്പെട്ടിടത്തോളം നമ്മുടെ വീട്ടുകാർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മൾ അത്രയും സമയം അവിടെയല്ലേ ഇരിക്കുന്നത്. നമ്മളൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ ബാഗ് അവിടെ വെച്ച് ഒരു ചായയും കുടിച്ചിട്ട് നേരെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും. ഇന്നത്തെ എത്ര കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ട്? ഇന്നത്തെ കുട്ടികൾ നേരെ കയറി കഴിഞ്ഞാൽ ഒന്ന് കുളിച്ച് ഇതായി കഴിഞ്ഞാൽ നേരെ മൊബൈൽ എടുത്തു ഇത് ഗെയിം കളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കാർട്ടൂൺ കാണാൻ തുടങ്ങി. ആ റൂമിനകത്തായി ഹോംവർക്കായി ഇതായി. അവർക്ക് മറ്റ് കുട്ടികളായിട്ടുള്ള സമ്പർക്കമില്ല, മറ്റു കുട്ടികളായിട്ടുള്ള കളികളില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. സ്വാഭാവികമായിട്ടും ഇന്നത്തെ കുട്ടികൾ മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡാണ്. അത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെതാണോ, അവരുടെ ഈ കാലഘട്ടത്തിൽ അവരുടെ മറ്റ് എന്താ പറയുക, അവർ വളർന്നു വന്ന ചുറ്റുപാടിൻ്റെ തീർച്ചയായിട്ടും ചുറ്റുപാട് തന്നെയാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പോകുന്നത് എങ്ങനെയാ, മഞ്ജു, ചിഞ്ചു, മറ്റേ ആൺകുട്ടികൾ പെൺകുട്ടികൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വരിയായിട്ട് നടന്നാണ് നമ്മൾ സ്കൂൾ വരെ പോകുന്നത്, അല്ലെ? ഒരു മഴയൊക്കെ വന്നാൽ ഒരു കുടയിൽ നമ്മൾ ചിലപ്പോൾ 6 പേര് ഒരുമിച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ച്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അതിൽ ഇന്ന് മണ്ണിൽ കളിക്കാൻ നമ്മളെ മക്കളെ സമ്മതിക്കും? മണ്ണിൽ കളിച്ചാൽ പറയും കാല് കടിക്കും, അസുഖം വരും, അകത്തേറെ. മഴ നനയാൻ നമ്മൾ സമ്മതിക്കുമോ? മഴ നനഞ്ഞ അവർ പറയുന്നത് എന്താ? നമ്മൾ പറയും അസുഖം വരും, നിനക്ക് അസുഖമുള്ളതല്ലേ വീട്ടിൽ കയറും. മഴ നനയിപ്പിക്കില്ല നമ്മളവരെ, മണ്ണിൽ കളിക്കാൻ സമ്മതിക്കില്ല അവരെ. കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടാ നമ്മൾ. കാരണം കൂട്ടുകാരെങ്ങനെയാണ്, നല്ലതാണോ? പണ്ടൊന്നും നമുക്ക് ഈ പേടിയില്ല. നമുക്കൊക്കെ എത്ര കൂട്ടുകാരന്മാരുണ്ട്, പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരന്മാരുണ്ട്. അവരൊക്കെ നമ്മളെ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം മാറുന്നതനുസരിച്ച് ആളുകളുടെ മെന്റാലിറ്റി മാറി തുടങ്ങി എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ആത്മഹത്യ എന്തെന്ന് നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ നാട്ടിൽ പറയുന്നത് ആത്മഹത്യ എന്ന വാക്ക് പറയില്ല, അവൻ കയറി തൂങ്ങി, അല്ലെങ്കിൽ അവൻ കയറി വിഷം അടിച്ച്. ഈ ഒരു വാക്കാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് മെന്റലി എനിക്ക് പറ്റുന്നില്ല, ഞാൻ എലോൺ, ഐ ആം എലോൺ, ഞാൻ ഏകാന്തതയിലോട്ട് പോവുകയാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഫ്രസ്ട്രേഷനാണ്, ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണം. കാര്യം എന്താ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തിന്നാൻ കിട്ടുന്നുണ്ട്, ഉണ്ട്. 3 നേരവും ആഹാരം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. പഠിക്കാൻ പുസ്തകവും ബുക്കും ഉണ്ട്. ബാക്കി ചെലവുകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? അതെല്ലാം നടക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എനിക്ക് മെന്റൽ എനിക്ക് പറ്റുന്നില്ല. ഇതാണ് ന്യൂജൻ. അവർക്ക് കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റില്ല. അതിന് അഭിമുഖീകരിക്കാതിരിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ കൊച്ചു ആത്മഹത്യ ആർക്കാ നഷ്ടം?
അതിന്റെ അച്ഛനും അമ്മയ്ക്കും. അതെ. ഇത്രയും നാൾ അതിന് 9 വയസ്സ് വരെ പെറ്റ് വളർത്തി വലുതാക്കി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഒരു 14 വയസ്സ് വരെ, ഈ 14 വയസ്സ് വരെ അച്ഛനും അമ്മയും കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് കാത്തിരുന്ന് ഓരോ വളർച്ചയും കണ്ട് വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും. നഷ്ടം അവർക്ക് മാത്രമാണ്. ഈ അധ്യാപകർ നാളെ ഈ കേസ് കഴിഞ്ഞ് അവർ തിരിച്ച് സ്കൂളിലേക്ക് കയറില്ല. അവർക്ക് എന്ത് നഷ്ടം? ഇതിനെ നേരിടാൻ ആ പെൺകുട്ടിയും അച്ഛനമ്മമാരും പഠിപ്പിച്ചിട്ടില്ല. ഇതിനൊക്കെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് എന്താന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടാവണം. അതല്ലാത്തടത്ത് നമ്മളെ ഓരോരുത്തർ ചവിട്ടി താഴ്ത്തിക്കൊണ്ടേയിരിക്കും. ആ താഴ്ത്തല് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും.